ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം കോതയാർ ഡാമാണ്. ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഞാനെടുത്ത വീഡിയോസും ഫോട്ടോകളുമെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എനിക്കിവിടെ കൂടുതലായി വരാൻ തോന്നാനുള്ള കാരണം ഇവിടുത്തെ പച്ചപ്പും ഇടതൂർന്ന വനങ്ങളുമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായും കോതയാറിൽ വരാൻ പിന്നെയും എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് കോതയാർ ഡാം കാണുക എന്നുള്ളതാണ്. ഞാൻ ഇവിടുത്തെ പലരോടും, ഫോറസ്റ്റ് വാച്ചറോടും കോതയാറിലെ സ്ഥലവാസികളോടുമെല്ലാം പോരാത്തതിന് പെർമിഷൻ പോലും ചോദിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. അതെൻ്റെ മനസ്സിൽ ഒരു മധുരമുള്ള വാശിയായി കിടന്നിരുന്നു. അതായത് കോതയാർ ഡാം കാണുക എന്നുള്ളത്. എന്തായാലും ഇപ്രാവശ്യത്തെ എൻ്റെ യാത്രയിലും എനിക്ക് കോതയാർ ഡാം കാണണം എന്ന എൻ്റെ ആഗ്രഹം സാധിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതുപോലെ ആഗ്രഹിച്ചപ്പോഴൊക്കെ ഒന്നും സഫലമായിട്ടുമില്ല. എത്രയോ തവണ ഞാൻ കോതയാറിൽ പോയിട്ടുണ്ട്. എന്നിട്ടും കോതയാർ ഡാം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാമിൽ തന്നെ കാണാൻ അനുമതിയുണ്ട്. പിന്നെ എന്താണ് ഈ ഡാം കാണാൻ സാധിക്കാത്തത്? എനിക്ക് കാണാൻ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവരുടെ നിയമത്തെ മാറ്റാൻ പറയാൻ എനിക്കെന്ത് അധികാരമാണുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. കോതയാറിനെ തടഞ്ഞു നിർത്തിയാണ് കോതയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പൊതിഗൈ മലയിൽ നിന്നും അല്ലെങ്കിൽ അഗസ്ത്യ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന താമരപർണി നദിയുടെ പോഷക നദിയാണ് കോതയാർ. നെടുമങ്ങാട് കൊറ്റാമരയിലെ രാജ്ഞിയായിരുന്ന കോതറാണിയുടെ പേരാകാം ഈ ആറിന് കോതയാർ എന്ന പേര് വരാൻ കാരണമായത്. കാരണം അന്ന് കോതറാണിയുടെ സാമ്രാജ്യം ഇന്നത്തെ തമിഴ്നാടിൻ്റെ കുലശേഖരവും കഴിഞ്ഞു പോകുന്ന വലിയൊരു ഭൂപ്രദേശമായിരുന്നു. ഒരു കാലത്ത് കോതയാറൊക്കെ കേരളത്തിൻ്റെ കീഴിലായിരുന്നു, അതായത് തിരുവിതാംകൂറിൻ്റെ. ഈ ഡാം പണിതതും കേരളത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാർ തന്നെയായിരുന്നു. അന്ന് കേരളത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് തിരുനെൽവേലി ജില്ലയിലെ ആൾവാർമൊഴി വരെയായിരുന്നു. അതുകൊണ്ട് തെക്കൻ തമിഴ്നാടിൻ്റെ എല്ലാ ഡാമുകളും പണിതിരിക്കുന്നത് കേരളത്തിലെ രാജാക്കന്മാർ തന്നെയായിരുന്നു. പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ 1956 സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ കോതയാർ ഉൾപ്പെടെയുള്ള എല്ലാ ഡാമുകളും തമിഴ്നാട്ടിലായി. ഇന്ന് കോതയാറിനെ തമിഴ് മക്കൾ വിശേഷിപ്പിക്കുന്നത് ബ്യൂട്ടിഫുൾ ഗേൾ ഓഫ് നോ മിസ്റ്റേക്ക് എന്നാണ്. അതായത് കുറ്റമില്ലാത്ത സുന്ദരിയായ പെൺകുട്ടിയായിട്ടാണ് അവർ കോതയാറിനെ വിശേഷിപ്പിക്കുന്നത്. കോതയാർ ഡാമിൽ നിന്ന് വരുന്ന കോതയാറിനെ തടഞ്ഞു നിർത്തിയാണ് പേച്ചിപ്പാറ ഡാം കെട്ടിയിരിക്കുന്നത്. കോതയാർ ഡാമിൻ്റെയും പേച്ചിപ്പാറ ഡാമിൻ്റെയും പരിസരത്ത് തമിഴ് വംശജരായ കാണിക്കാരാണ് താമസിക്കുന്നത്. ഞാൻ കോതയാറിൽ പോകുമ്പോഴെല്ലാം കോതയാർ ഡാമും അവിടുത്തെ വനപ്രദേശങ്ങളുമൊക്കെയാണ് എൻ്റെ മനസ്സിൽ. നമ്മുടെ നെയ്യാർ, കോട്ടൂർ വനങ്ങളുടെ മറുവശമാണ് കോതയാർ ഡാമും വനപ്രദേശവും. കോതയാർ വനമൊക്കെ തമിഴ്നാടിൻ്റെ കളക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. ഞാൻ കോതയാറിലേക്ക് എന്നത്തേതും പോലെ പ്രതീക്ഷയോടെ യാത്രയായി. ഞാൻ കോതയാറിലെത്തി. എന്തെങ്കിലും ഒരവസരത്തിന് വേണ്ടി കോതയാറിൻ്റെ തീരത്ത് ഞാൻ കാടും നോക്കി അങ്ങനെ നിന്നു. ഞാൻ നോക്കുമ്പോൾ 2 കാറുകൾ സ്പീഡിൽ മുകളിൽ നിന്ന് വളവുകൾ തിരിഞ്ഞ് ഇറങ്ങി വരുന്നു. അവർ കോതയാറിൻ്റെ ഭാഗത്തേക്ക് വരാതെ ഇടതുവശത്തുള്ള റോഡിലേക്ക് പോകുന്നു. ആ വഴിയിൽ ആർക്കും പോകാൻ അനുമതിയില്ല. കാരണം ഈ വഴിയിൽ ചെന്നപ്പോഴാണ് എന്നെ തടഞ്ഞത്. അവർ പോകുന്ന റോഡ് വളരെ ചെറിയ റോഡും കല്ലുകൾ ഇളകിക്കിടക്കുന്നതും ഇരുവശവും കൊടും കാടുമാണ്. മറ്റൊരു വണ്ടി വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആരെയും കടത്തിവിടുകയുമില്ല. പിന്നെ എന്തുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നു എന്നതായി എൻ്റെ ചിന്ത. ഏതായാലും ഞാൻ വളരെ വേഗത്തിൽ തന്നെ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ പുറകെ പോയി.
കാരണം എനിക്കറിയാം ഇത് കോതയാർ ഡാമിലേക്കുള്ള വഴിയാണെന്നുള്ളത്. ഞാനും മറ്റു ചിന്തകളൊന്നുമില്ലാതെ അവരുടെ പുറകെ തന്നെ പാഞ്ഞുപോയി. മുകളിലേക്ക് പോകുമ്പോൾ 2 വെള്ളച്ചാട്ടങ്ങൾ കാണാം. നല്ല മഴ പെയ്താൽ കാറിന് മാത്രമല്ല ഒരു മനുഷ്യന് പോലും ഇതുവഴി പോകാൻ കഴിയില്ല. കാരണം റോഡിനോട് ചേർന്നാണ് വെള്ളച്ചാട്ടം ഇരിക്കുന്നത്. ഒരു വശത്ത് നല്ല കൊക്കയാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല. എൻ്റെ മനസ്സിൽ ലക്ഷ്യം കോതയാർ ഡാമാണ്. കാടുകൾ തീർത്ത തുരങ്കത്തിൽ കൂടി യാത്ര ചെയ്ത് അവർ നിർത്തിയ ചെറിയ വെട്ടമുള്ള സ്ഥലത്ത് ഞാനും കാർ നിർത്തി. ഒരുപാട് നാളായി ഞാൻ കാണാൻ ആഗ്രഹിച്ച കോതയാർ ഡാം തന്നെയായിരുന്നു അത്. വേഗം ഞാൻ കാറിൽ നിന്നിറങ്ങി. ഞാനും അവരോടൊപ്പം ചേർന്ന് നടന്നു. ഈ കാറിൽ വന്നവരിൽ ഒരാൾ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നു. ഈ ഡാമിൽ 3 സ്റ്റാഫുകൾ മാത്രമാണ് ഉള്ളത്. കാടിൻ്റെ കുറേ ഉൾഭാഗത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത കാട്ടിലാണ് കോതയാർ ഡാം ഇരിക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ കാറുകളിൽ വന്നവരെല്ലാം ഡാമെല്ലാം കണ്ട് തിരികെ കാറിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ കോതയാർ ഡാമും അവിടുത്തെ നിബിഡ വനങ്ങളും ആസ്വദിച്ച് അതെല്ലാം എൻ്റെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ഒരു കനത്ത ശബ്ദം കേട്ടു. നീങ്കയാര് എന്നായിരുന്നു. ഞാൻ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും ചോദിച്ചു, നീങ്കയാര്? ഞാൻ പറഞ്ഞു, എൻ പേര് ശർമ്മ. യാറ് ചൊല്ലിയിട്ട് നീ ഇங்கே വന്നത്? ഞാൻ പറഞ്ഞു, സാർ യാരും ചൊല്ലിയിട്ടല്ല ഇங்கே വന്നത്. அந்த കാറുകൾ பார்த்தപ്പോൾ இந்த വഴിയിൽ പോകുന്നത് ഞാൻ പാത്ത്. അപ്പോതാ ഞാൻ പിന്നാലെ വന്നത് എന്ന് ഞാൻ ചൊല്ലി. ഞാൻ നോക്കുമ്പോൾ അവർ പോയി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് ആ എഞ്ചിനീയർ എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങുമെന്നാണ്. ഞാൻ കാറിൽ എത്രയും വേഗം താഴേക്ക് യാത്രയായി. അവർ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് കൂട്ടിന് കാടുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ എൻ്റെ വനയാത്രയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തവണ കോതയാർ ഡാം കണ്ടതിൻ്റെ സന്തോഷത്താൽ ഞാൻ കാടിറങ്ങി. ഈ ലോവർ കോതയാർ ഡാമിൻ്റെ മുകളിൽ അപ്പർ കോതയാർ ഡാമുണ്ട്. അത് അംബാസമുദ്രം വഴിയാണ് പോകാൻ. ഈ കോതയാറിൻ്റെ മുകളിൽ കാണുന്ന കാട്ടിൽ കൂടി പോയാൽ നെയ്യാർ കോട്ടൂർ വനമേഖലയിലെ തീർത്ഥക്കര, വരയാട്ടുമുടി, ചെറുമാങ്ക എന്നീ സ്ഥലങ്ങളാണ്. എന്നാൽ ഈ കാട് വഴി പോവുക വളരെ അസാധ്യമാണ്. പിന്നെ അപ്പർ കോതയാർ ഡാമിൻ്റെ വനപ്രദേശത്താണ് നമ്മുടെ അരിക്കൊമ്പൻ കിടക്കുന്നത്. അപ്പർ ഡാമിൽ നിന്നാണ് വെള്ളം ഈ ലോവർ കോതയാർ ഡാമിലെത്തുന്നത്. നമുക്കിനി മറ്റൊരു ദിവസം അരിക്കൊമ്പൻ കിടക്കുന്ന അപ്പർ കോതയാർ ഡാമിൽ പോകാം.